ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൾസർ 200 NS നമ്മൾ പുതിയൊരു ക്യാരിയർ വയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ്. അത് പലർക്കും അറിയത്തില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു ക്യാരിയർ വാങ്ങിച്ചിട്ട് പഴയ ക്യാരിയറിൻ്റെ സ്ഥാനത്ത് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ചെറിയ വീഡിയോ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് ഇപ്പം കാണിക്കുന്നുണ്ട്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബാക്ക് 2 സീറ്റ് ഇളക്കിയ ശേഷം ആദ്യം വെൽഡ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ പ്ലഗ് പോയിൻറ്റ് 2 ആദ്യം ഊരിയിടണം. അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ആയിട്ടുള്ള കണക്ഷൻ മാറണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ ഷോർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലാണ് വെൽഡ് ചെയ്യുന്നതുകൊണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിച്ച പുതിയ ക്യാരിയറിൻ്റെ ആ നട്ട് ഹോൾഡർ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്ത് പഴയ ക്യാരിയർ എന്ന ഭാഗത്ത് കൊണ്ടുവയ്ക്കുക എന്നുള്ളതാണ്. അവിടെ വെച്ചിട്ട് നമുക്ക് അളവ് എടുക്കേണ്ടതുണ്ട്. നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് അളവിലാണ് നമുക്ക് വരേണ്ടതെന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതുതായിട്ട് നമ്മൾ വാങ്ങിച്ച ക്യാരിയറിൽ നിന്ന് നമ്മൾ ആ നെറ്റ് ഹോൾഡർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത നട്ട് ഹോൾഡർ നമ്മൾ പഴയ ക്യാരിയറിൻ്റെ സ്ഥാനത്ത് വെച്ചിട്ട് അവിടെ ഫിക്സ് ചെയ്ത ശേഷം ജസ്റ്റ് നമ്മളൊന്ന് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഫിക്സ് ചെയ്യാനായിട്ട് പോവുകയാണ്. ആ നട്ട് ഹോൾഡർ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത നട്ട് ഹോൾഡർ ചിലപ്പോൾ നമ്മുടെ ഫൈബർ പാർട്ട് തട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത ശേഷം പോളിഷ് ചെയ്തെടുത്താൽ മാത്രം മതി. 180, 220 മുതൽ തുടങ്ങിയ മോഡലുകളിൽ ഈ പ്രശ്നം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ NS സാധാരണയായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മളത് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ആ ഫൈബർ തട്ടുന്ന ഭാഗം പോളിഷ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും ആ ഭാഗത്ത് ഫിക്സ് ചെയ്തിട്ട് നട്ടിട്ട് മുറുക്കിയ ശേഷം അളവെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പുതിയ ക്യാരിയറിൻ്റെ നട്ട് ഹോൾഡർ അവിടെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നട്ട് ഹോൾഡർ നമ്മൾ അവിടെ വെച്ച് ഫിക്സ് ചെയ്ത ശേഷം നമുക്ക് അളവെടുക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഓരോരുത്തർക്കും എത്ര പൊക്കം വേണം, ഏത് അളവിൽ വേണമെന്നുള്ളൊരു ഐഡിയ ആണല്ലോ. അപ്പം അത് ഏത് അളവിൽ വേണമെന്നുള്ളത് അറിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്ത ഭാഗം മറ്റേ പുതിയ ക്യാരിയറുമായിട്ട് വെച്ച് ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളവിടെ നെറ്റ് ഹോൾഡർ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. നട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുറുക്കിയ ശേഷമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നട്ടിട്ട് മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നട്ടിട്ട് നമ്മൾ ആ നട്ട് ഹോൾഡർ മുറുക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് അളവിലാണ് ആ പുതിയ ക്യാരിയർ വരേണ്ടതെന്നുള്ളതാണ്. അതായത് പൊക്കം എത്ര രീതിയിൽ വേണമെന്നുള്ളതാണ്. നമ്മൾ ലോങ് ഡ്രൈവ് പോകുന്നവർക്ക് ലഗേജൊക്കെ കിട്ടാൻ സഹായമാവുന്നൊരു ഇതാണത്. നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് വെൽഡ് ചെയ്ത് വയ്ക്കുകയാണ്. ജസ്റ്റ് അളവറിയാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് ടച്ച് ചെയ്ത് വെൽഡ് ചെയ്യുകയാണ് അവിടെ. ഇതിപ്പം നമ്മൾ താൽക്കാലികമായിട്ട് ഒന്ന് വെൽഡ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് അളവിൽ വേണമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഈ വെൽഡ് ചെയ്ത ഭാഗം നമുക്ക് ഇനി ഒന്നുകൂടി നല്ല രീതിയിൽ ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് ടച്ച് ചെയ്ത് വെൽഡ് ചെയ്തിട്ടുള്ളൂ. ഇനി അത് കുറച്ചും കൂടി ഉറപ്പിക്കുന്ന രീതിയിൽ കുറച്ചും കൂടി നല്ല രീതിക്ക് വെൽഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പം വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെൽഡ് ചെയ്ത ഭാഗം കുറച്ചും കൂടി കട്ടി കിട്ടുന്ന രീതിയിൽ വെൽഡ് ചെയ്യുവാണ്. അത് നട്ട് ഹോൾഡർ വെച്ച് തന്നെയാണ് വെൽഡ് ചെയ്യുന്നത്. കാരണം അളവ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്പാർക്ക് പ്ലഗിൽ നമ്മൾ ഈ വെൽഡ് ചെയ്യുമ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വയറിംഗ് കിറ്റ് പോയേക്കുന്ന ഭാഗത്ത് വെച്ചിട്ടായതുകൊണ്ട് ഒരിക്കലും ആ ഭാഗത്തേക്ക് തീപ്പൊരി തെറിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളെല്ലാം എടുത്തിരിക്കണം. എന്നാലേ നമുക്ക് ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പം താൽക്കാലികമായി വെൽഡ് ചെയ്ത് അവിടെ നെറ്റ് ഹോൾഡർ വെച്ച് വെൽഡ് ചെയ്ത ഭാഗം നമ്മൾ കുറച്ചും കൂടി ഉറപ്പിക്കുന്ന രീതിയിൽ, അതായത് നമുക്ക് ഫൈനൽ ഫിക്സിങ്ങിന് വേണ്ടിയിട്ട് ഉറപ്പിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
നമ്മളവിടെ ഫൈനൽ ഫിക്സിങ് ചെയ്യാൻ നേരത്ത് നമ്മൾ ആ താൽക്കാലികമായിട്ട ഭാഗത്തിൻ്റെ കൂടെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് വെൽഡ് ചെയ്യുവാണ്. നമ്മളിപ്പോൾ അതെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി അത് ഫിക്സ് ചെയ്താൽ മാത്രം മതി. പഴയ കാരിയറിൻ്റെ സ്ഥാനത്ത് പുതിയ കാരിയർ വെച്ചാൽ മാത്രം മതി. വെൽഡിങ്ങിൻ്റെ ഭാഗമെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി അത് നട്ട് ചെയ്ത് മുറുക്കിയാൽ മാത്രം മതി. ഇതിപ്പോൾ നമ്മൾ കാരിയറിൻ്റെ ഫിക്സിങ് എല്ലാം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ആ വെൽഡ് ചെയ്ത ഭാഗത്ത് കുറച്ച് പെയിൻറ്റ് പോയതായിട്ട് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അത് കുഴപ്പമില്ല. അത് നമുക്ക് ജസ്റ്റ് സ്പ്രേ പെയിൻറ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തെ പെയിൻ്റ് എല്ലാം നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.